രാമപുരത്തിന്റെ വികസനത്തിന് മുൻഗണന നൽകിയെന്ന് മാണി സി കാപ്പൻ MLA പറഞ്ഞു. രാമപുരം പഞ്ചായത്തിലെ മുല്ലമറ്റം വാർഡിൽ പണി പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ പദ്ധതികളുടെ ഉദ്ഘാടനം മുല്ലമറ്റം കുരിശുപള്ളി കവലയിൽ വെച്ച് നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലമറ്റം വാർഡിന് തന്നെ പല ഘട്ടങ്ങളിലായി 1 കോടിയിൽ പരം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. പക്ഷേ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു വികസന പ്രവർത്തനങ്ങളും അവിടെ നടത്താൻ തയ്യാറായിട്ടില്ല. അവിടെ 2 ഗസ്റ്റ് ഹൗസുകളും 12 വീതം ടോയ്ലറ്റുകളും സംവിധാനത്തിന് പലവട്ടം ഇതിനോട് പറയാം. എന്നിട്ട് വാഗമണ്ണിൽ ഈ ലീഗലിനെ ഡെവലപ്മെന്റിനെ കണക്ട് ചെയ്യുന്ന ഒരു റോഡുകൾ വന്നാൽ തീർച്ചയായും ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വാങ്ങും. വാഗമണ്ണിനെപ്പോൾ തന്നെ 3000 അടി ഹൈറ്റിലായിരിക്കും ഈ രണ്ടും. നല്ല എല്ലാം BMTC റോഡുകളാക്കി. അത് ഞാൻ അങ്ങനത്തെ 30 കോടി രൂപയുടെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒന്നും ചെയ്തിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് KK ശാന്താറാം അധ്യക്ഷത വഹിച്ചു. മന്ത്രപ്പാറ കുടിവെള്ള പദ്ധതി വിപുലീകരിച്ച് കരികിലത്തോടിന് സമീപം പഞ്ചായത്ത് വക സ്ഥലത്ത് പുതിയ കുളം നിർമ്മിച്ച് മോട്ടോർ സ്ഥാപിച്ച് വെള്ളം ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നതിന് MLA ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ അനുവദിച്ച് പണികൾ ആരംഭിച്ചതിന്റെ ഉദ്ഘാടനവും മുല്ലമറ്റം വാർഡിലെ തന്നെ പ്രധാന ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതും മുല്ലമറ്റം മന്ത്രപ്പാറ പനച്ചിപ്പാറ നെല്ലിയാനിക്കുന്ന് റോഡ് MLA ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ മുടക്കി പണി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം മുല്ലമറ്റം ചെറുകുറിഞ്ഞി റോഡിന് NC ജോസഫ് നെടുങ്കുന്നേലിന്റെ പേര് നാമകരണം ചെയ്യുന്നതും യോഗത്തിൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ ലിസമ്മ മത്തച്ചൻ, VA ജോസ് ഉഴുന്നാലിൽ, സണ്ണി കാരിയാപ്പുറം, സഞ്ജു നെടുങ്കുന്നേൽ, സിന്ധു ടോം, ഗോപിക സതീഷ്, ജീനസ് നാഥ്, സൗമ്യ ജോസഫ്, സണ്ണി പാറക്കുടി, ആൻ മരിയ, മിനി T ജോൺ, മത്തച്ചൻ പുതിയടത്ത് ചാലിൽ, മനോജ് ചീങ്കല്ലൽ, റോബി ഉടുപുഴ, ജോഷി ജോസഫ്, ജോൺസൺ നെല്ലുവേലിൽ, ബാബു നെടുങ്കുന്നേൽ, മാണിക്കുട്ടി കാരിയാപ്പുറം, തോമസ് മാടപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. i4U ന്യൂസ് പാല.